പ്രഭാത വാർത്തയിൽ വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. മലപ്പുറത്തു നിന്നുള്ള ദുഃഖകരമായ വാർത്തയിലേക്കാണ്. വൈലത്തൂരിൽ 9 വയസ്സുകാരന്റെ മരണത്തിന് പിന്നാലെ മുത്തശ്ശി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. ഇന്നലെ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങിയാണ് 9 വയസ്സുള്ള മുഹമ്മദ് സിനാൻ മരിച്ചത്. കുട്ടിയുടെ മൃതദേഹം കാണാനായി ആശുപത്രിയിലെത്തിയപ്പോൾ കുഴഞ്ഞു വീണാണ് മുത്തശ്ശി ആസിയ മരിച്ചത്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി. സമീർ, ഏറ്റവും ദുഃഖകരമായ വിവരമാണ് ഈ വരുന്നത്. തീർച്ചയായിട്ടും വല്ലാതെ ഹൃദയഭേദകമായിരിക്കും ആ മുത്തശ്ശിയെ സംബന്ധിച്ചിടത്തോളം. 54-55 വയസ്സേ മുത്തശ്ശിക്കുമുള്ളൂ. എന്താണ് സംഭവിച്ചത്? അസ്മിത, ഇന്നലെ വൈകുന്നേരം 4 മണിയോട് കൂടെയാണ് ഈ ഗഫൂർ സജില ദമ്പതികളുടെ മകൻ മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന 9 വയസ്സുകാരൻ ഈ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങുകയും പിന്നീട് മരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെ ഇന്നലെ രാത്രിയിൽ ഈ കുഞ്ഞിന്റെ മൃതദേഹം കാണാനായി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഈ കുട്ടിയുടെ മുത്തശ്ശിയായിരിക്കുന്ന ആസിയ എന്ന് പറയുന്ന 55 വയസ്സുകാരി. ഈ പോകുന്ന വഴിയിൽ വെച്ചാണ് ഇവർ കുഴഞ്ഞു വീണ് മരിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൃദയാഘാതമാണ് മരണകാരണം എന്നുള്ളതും നമുക്ക് ആശുപത്രിയിൽ നിന്നും വ്യക്തമാകുന്ന ഒരു സംഭവമുണ്ട്. ഈ സിനാനും ഒപ്പം തന്നെ മുത്തശ്ശിയും തമ്മിൽ വലിയ അടുപ്പം ഉണ്ടായിരുന്നു. ഇതാണ് അപ്രതീക്ഷിതമായി കേട്ട ഈ സിനാന്റെ വിയോഗം ഈ മുത്തശ്ശിയെ താങ്ങാനാവാത്ത വിധത്തിൽ കൊണ്ടുപോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. നിലവിൽ 2 പേരുടെയും മൃതദേഹം ഉള്ളത് കോട്ടക്കലിന്റെ സ്വകാര്യ ആശുപത്രിയിലാണ്. ഈ കുട്ടിയുടെ മൃതദേഹം ഇന്ന് രാവിലെയോട് കൂടി തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്തു നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഇന്ന് കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ അതത് PCCകളുടെ നേതൃത്വത്തിൽ 10 മണിയോടെയാകും പ്രതിഷേധം. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ NSUIയും ഇന്ന് പാർലമെന്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. നീറ്റ് വിവാദത്തിൽ NTA പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനുള്ള ഉന്നതതല സമിതി ഇന്ന് രൂപീകരിക്കും. സമിതിയുടെ മേൽനോട്ടത്തിൽ വീഴ്ചകൾ പരിശോധിക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നീക്കം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലപ്പത്ത് അഴിച്ചുപണിക്കും സാധ്യതയുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ബീഹാർ പോലീസ് ഉടൻ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറും. പ്രഥമ ദൃഷ്ടിയിൽ ക്രമക്കേടുണ്ടെന്നാണ് പോലീസിന്റെ വിശദീകരണം. ചോദ്യപേപ്പർ ചോർച്ചയുടെ പിന്നിൽ പ്രവർത്തിച്ച മാഫിയയ്ക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് KSU നടത്തിയ മാർച്ചിനു നേരെ പോലീസ് അതിക്രമം കാട്ടിയെന്ന് ആരോപിച്ചാണ് ബന്ദ്. മാർച്ചിൽ പങ്കെടുത്ത 2 പെൺകുട്ടികൾ ഉൾപ്പെടെ 21 പ്രവർത്തകർ റിമാൻഡിലാണ്. സംസ്ഥാനത്ത് +1 ഏകജാലക പ്രവേശന നടപടികൾ ഇന്ന് പൂർത്തിയാകും. ഈ മാസം 24-ന് ക്ലാസുകൾ ആരംഭിക്കും. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇന്നത്തോടെ അലോട്ട്മെന്റ് നടപടികൾ പൂർത്തിയാകും. ഇനി ബാക്കിയുള്ളത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് മാത്രമാണ്. 24-ന് ക്ലാസുകൾ ആരംഭിക്കും. പക്ഷേ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയിട്ടും തുടർപഠനം സാധ്യമാകാതെ പെരുവഴിയിൽ നിൽക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ്. 3ാം അലോട്ട്മെന്റിന് ശേഷമുള്ള കണക്കുപ്രകാരം 32,410 വിദ്യാർത്ഥികളാണ് സീറ്റ് ലഭിക്കാതെ പെരുവഴിയിൽ നിൽക്കുന്നത്. അതേസമയം മലബാറിലെ ആകെ കണക്ക് പരിശോധിക്കുമ്പോൾ 2,46,032 അപേക്ഷകരിൽ 1,60,037 പേർക്ക് മാത്രമാണ് നിലവിൽ അഡ്മിഷൻ ലഭിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം കനപ്പിക്കുന്നത്. 24-ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റും 25-ന് KSUവും ബഹുജന മാർച്ചുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മലപ്പുറം. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ജമ്മു കശ്മീരിലെ ശ്രീനഗറിൽ യോഗാ ദിന പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഭീകരാക്രമണ വെല്ലുവിളികൾ പരിഗണിച്ച് കനത്ത സുരക്ഷാ സംവിധാനമാണ് ജമ്മു കശ്മീരിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഡൽഹിയിലെ താൽക്കത്തോറ സ്റ്റേഡിയത്തിൽ നിന്ന് R രാധാകൃഷ്ണൻ ചേരുന്നു. RK, ഗുഡ് മോർണിംഗ്. ഈ യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ള നേതാക്കൾ എല്ലാവരും തന്നെ യോഗാ ദിനത്തിൽ പങ്കെടുക്കുന്നുണ്ട്, നേതൃത്വം നൽകുന്നുണ്ട്. ജമ്മു കശ്മീരിൽ സുരക്ഷാ നടപടികൾ കർശനമാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ താൽക്കത്തോറ സ്റ്റേഡിയത്തിൽ എന്താണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെല്ലാം പ്രമുഖരുണ്ട്, എന്തെല്ലാമാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും സ്മിത സൂചിപ്പിച്ചതുപോലെ, ഗുഡ് മോർണിംഗ് സ്മിത സൂചിപ്പിച്ചതുപോലെ ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം, 10ാമത്തെ അന്താരാഷ്ട്ര
യോഗാ ദിനമാണ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ ഏതാണ്ട് 160ഓളം രാജ്യങ്ങളിൽ ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന തൽക്കത്തോറ സ്റ്റേഡിയം വളരെ പ്രധാനപ്പെട്ട സ്ഥാനം ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി വഹിക്കുന്ന ഇടമാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ഈ യോഗാ ദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി ഇത്തവണ ഡൽഹിയിലല്ല യോഗാ ദിന ആചരണങ്ങളുടെ ഭാഗമാകുന്നത്, ശ്രീനഗറിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ, തൽക്കത്തോറ സ്റ്റേഡിയത്തിലെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകളാണ് രാവിലെ ഈ യോഗാ ദിന ആചരണങ്ങളുടെ ഭാഗമാകാനായിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ രാവിലെ തന്നെ ഈ യോഗാ ദിനത്തിന്റെ ഭാഗമായി പങ്കെടുക്കാൻ എത്തുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ശ്രീനഗറിലെ ഷേർ ഇ കാശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിലാണ് യോഗാ ദിന ആചരണം ഉദ്ഘാടനം ചെയ്യുക. മൂന്നാമതും പ്രധാനമന്ത്രിയായ ശേഷം മോദി നടത്തുന്ന ആദ്യ കാശ്മീർ സന്ദർശനമാണ് ഇവിടെ. അവിടെ നടക്കുന്ന യോഗാ പ്രദർശനത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാഗമാകും. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ, ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യോഗാ ദിന ആചരണങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ ഭരണകൂടങ്ങളും ഈ വിധത്തിൽ യോഗാ ദിനാചരണങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ചില സ്വകാര്യ സംഘടനകളും ഒപ്പം NGOകളും ഒക്കെ വിവിധ ഇടങ്ങളിൽ ഈ യോഗാ ദിന ആചരണ പരിപാടികൾ നടക്കുന്നുണ്ട്. ഹരിദ്വാറിൽ യോഗ ആചാര്യൻ രാംദേവിന്റെ നേതൃത്വത്തിൽ യോഗാ ദിന ആഘോഷ പരിപാടികൾ നടത്തുന്നത് ഏറെ വിപുലമായിട്ടാണ്. അങ്ങനെ രാജ്യത്താകെ ഈ യോഗാ ദിന ആചരണത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ രാവിലെ തന്നെ പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇത്തവണത്തെ സന്ദേശം, യോഗാ ദിനത്തിന്റെ സന്ദേശം അവനവന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എന്നുള്ളതാണ്. വളരെ കാലിക പ്രസക്തമുള്ള ഒരു സന്ദേശമാണ് ഇത്തവണ യോഗാ ദിനത്തിന്റെ ഭാഗമായിട്ട് നാം ഏവരും ഉൾക്കൊണ്ടിരിക്കുന്നത്. അവനവന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും യോഗ ചെയ്യുക എന്നുള്ളത് സമാധാനം, ശാന്തി, സ്വസ്ഥത, ആരോഗ്യം അടക്കമുള്ളവ നിലനിർത്തുന്നതിന് അനിവാര്യമാണ് എന്ന് പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലാണ് ശ്രീനഗറിലെ ഷേർ ഇ കാശ്മീർ സ്റ്റേഡിയത്തിൽ ഇതിനകം ഈ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഈ അന്താരാഷ്ട്ര യോഗാ ദിന ആഘോഷ പരിപാടികൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യും. ആ യോഗാ ദിനാചരണ പരിപാടികളുടെ ഭാഗമായിട്ട് പങ്കെടുക്കും. നമുക്ക് വിപുലമായ പരിപാടികളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ഭാരതം ലോകത്തിന് നൽകിയ സംഭാവനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യോഗ. യോഗ നിങ്ങൾക്കും സമൂഹത്തിനും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. മാനസികവും ശാരീരികവുമായ ക്ഷേമത്തിനും സൗഖ്യത്തിനും വേണ്ടി ഇന്ത്യയിൽ ഉത്ഭവിച്ച യോഗാ സമ്പ്രദായം ഇന്ന് ലോകമെമ്പാടും പ്രശസ്തമാണ്. 2014 ഐക്യരാഷ്ട്രസഭയുടെ 69ാം പൊതുസഭാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. യോഗയെക്കുറിച്ചുള്ള അവബോധമുണ്ടാക്കുവാനും പിരിമുറുക്കം നിറഞ്ഞ ജീവിതശൈലികളിൽ നിന്ന് മാറി നടക്കാനുള്ള മാർഗമായി പ്രചരിപ്പിക്കാനുമാണ് യോഗാ ദിനം ആചരിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ദിവസമാണ് യോഗാ ദിനമായി ആചരിക്കാൻ തിരഞ്ഞെടുത്തത്. 23 കോടി പേരാണ് കഴിഞ്ഞ വർഷം യോഗാ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തത്. ശാരീരിക വ്യായാമങ്ങളെക്കാൾ ഉപരി ആത്മീയ വികാസത്തിന് കൂടി സഹായിക്കുന്ന പദ്ധതിയായാണ് യോഗ വിഭാവനം ചെയ്യപ്പെട്ടത്. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയതല ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. യോഗ നിങ്ങൾക്കും സമൂഹത്തിനും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. റിസർച്ച് ഡെസ്ക് 24. മറ്റു വാർത്തകളിലേക്ക്. മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിൽ മോചിതനായേക്കും. ജാമ്യ ഉത്തരവ് ഇന്ന് വിചാരണ കോടതി നൽകുന്ന മുറയ്ക്ക് ഉച്ചയോടെയാകും ജയിൽ മോചനം. അഴിമതി കേസിൽ വിചാരണ കോടതിയിൽ നിന്നാണ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത്. ജയിൽ മോചിതനായാൽ അരവിന്ദ് കെജ്രിവാൾ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. വിചാരണ കോടതി ഉത്തരവിനെതിരെ ED ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ഹൈക്കോടതിയിൽ നിന്ന് EDക്ക് അനുകൂലമായ നടപടി ഉണ്ടായാൽ അരവിന്ദ് കെജ്രിവാളിന് ജയിൽ മോചനം സാധ്യമാകില്ല. മാർച്ച് 21 കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു.
ജലക്ഷാമം രൂക്ഷമായ ഡൽഹിയിൽ കേന്ദ്രം സഹായിക്കുന്നില്ല എന്നാരോപിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി അതിഷി നടത്തുന്ന നിരാഹാര സമരം ഇന്നു മുതൽ. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അതിഷി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കത്തിലൂടെ അറിയിച്ചിരുന്നു. ഡൽഹിയിലേക്ക് ഒരു ദിവസം 613 മില്യൺ ഗാലൻസ് വെള്ളമാണ് ഹരിയാന വിട്ടു നൽകേണ്ടത് എന്നാണ് ഡൽഹി സർക്കാരിന്റെ വാദം. എന്നാൽ ഇന്നലെ ഹരിയാന നൽകിയത് 513 MGD വെള്ളം മാത്രമാണ്. 28 ലക്ഷം പേരാണ് പ്രതിസന്ധി നേരിടുന്നതെന്നും പ്രക്ഷോഭമല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി. യൂറോ കപ്പിൽ ഇന്ന് ഫ്രാൻസ് നെതർലൻഡ്സ് സൂപ്പർ പോരാട്ടം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ജയിക്കുന്നവർ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും. ആദ്യ മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ സെൽഫ് ഗോളിൽ കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു ലോകകപ്പ് റണ്ണറപ്പുകളായ ഫ്രാൻസ്. കിലിയൻ എംബാപ്പയും അന്റോയിൻ ഗ്രീസ്മാനും ഉസ്മാൻ ഡെംബേലയും ഒലിവർ ജിറൂഡുമൊക്കെ ഉണ്ടായിട്ടും വല നിറയ്ക്കുന്നതിൽ ഫ്രഞ്ചുകാർ പരാജയമായി. പ്രീ ക്വാർട്ടറിലേക്ക് സുഗമമായി മുന്നേറണമെങ്കിൽ ഇന്ന് നെതർലൻഡ്സിനെതിരെ ആ കളി പോരാതെ വരും ദിദിയർ ദശാംസിന്റെ ടീമിന്. പ്രത്യേകിച്ച് മൂക്കിന് പരിക്കേറ്റ നായകൻ എംബാപ്പെ കളിക്കാതെ കൂടെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പോളണ്ടിനെതിരെ 2-1 മിന്നും ജയത്തോടെയായിരുന്നു നെതർലാൻഡ്സിന്റെ തുടക്കം. വിർജിൽ വാൻഡേക്ക് നയിക്കുന്ന ഓറഞ്ച് പ്രതിരോധം ഭേദിക്കാൻ ഫ്രാൻസ് പണിപ്പെടേണ്ടി വരും. മത്സരം സമനിലയിലാക്കാനായാൽ പോലും ഗുണം നെതർലാൻഡ്സിനാണ്. ഇതേ ഗ്രൂപ്പിൽ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ പോളണ്ട് ഓസ്ട്രിയയെ നേരിടും. തോറ്റു തുടങ്ങിയ ഇരു ടീമിനും പ്രീ ക്വാർട്ടർ പ്രതീക്ഷ നിലനിർത്താൻ ജയിച്ചേ തീരൂ. ഗ്രൂപ്പ് ഇയിൽ നിന്ന് അവസാന 16-ലെത്തുന്ന ആദ്യ ടീമാകാൻ സ്ലോവാക്യയും ഇന്നിറങ്ങുന്നുണ്ട്. ബെൽജിയത്തെ അട്ടിമറിച്ചു തുടങ്ങിയ സ്ലോവാക്യയ്ക്ക് വൈകിട്ട് 6:30 നടക്കുന്ന മത്സരത്തിലെ എതിരാളികൾ യുക്രൈൻ. സ്പോർട്സ് ഡെസ്ക് 24. സൗദി KMCC നാഷണൽ സോക്കർ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ദമാം അൽതർജ് സ്റ്റേഡിയത്തിലാണ് പ്രവിശ്യാതല ഉദ്ഘാടന മത്സരം. സൗദി KMCC നാഷണൽ കമ്മിറ്റി സ്പോർട്സ് വിങ്ങിന്റെ നേതൃത്വത്തിലുള്ള എഞ്ചിനീയർ ഹാഷിം സ്മാരക ഫുട്ബോൾ മേളയുടെ മധ്യകിഴക്കൻ മേഖലാതല ഫുട്ബോൾ മത്സര മാമാങ്കത്തിനാണ് ഇന്ന് തുടക്കമാവുക. ജിദ്ദ, റിയാദ്, ദമാം, യാംബു എന്നീ 4 പ്രവിശ്യകളിലായി സൗദിയിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഫുട്ബോൾ മേള ഒരുക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. സിഫ്, റിഫ, ഡിഫ, ഇഫ തുടങ്ങിയ അതാത് പ്രവിശ്യ കാൽപന്ത് കൂട്ടായ്മകളുമായി സഹകരിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. സൗദി പ്രവാസ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രൈസ് മണിയാണ് വിജയികൾക്ക് സമ്മാനിക്കുക. ദമാം അൽതർജ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രവിശ്യാതല ഉദ്ഘാടന മത്സരം കിഴക്കൻ പ്രവിശ്യയിലെ ഫുട്ബോൾ പ്രേമികരുടെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. വിവിധ ഫുട്ബോൾ ടീമുകളും കലാരൂപങ്ങളും വിവിധ സാംസ്കാരിക കൂട്ടായ്മകളും അണിനിരക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയും ഉദ്ഘാടന മത്സരത്തിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. പ്രവാസി വ്യവസായ പ്രമുഖൻ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ആദ്യ മത്സരത്തിൽ റോയൽ ഫോക്കസ് ലൈൻ FC റിയാദ് യൂത്ത് ഇന്ത്യ റിയാദിനെ നേരിടും. രണ്ടാം മത്സരത്തിൽ ബദർ FC ദമാം ഖാലിദിയ FCയുമായി മാറ്റുരയ്ക്കുമെന്ന് KMCC നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ആലിക്കുട്ടി ഒളവട്ടൂർ, സൗദി തല കൺവീനർ മുജീബ് ഉപ്പട, വർക്കിംഗ് ചെയർമാൻ ഖാദർ മാസ്റ്റർ വാണിയമ്പലം, KMCC കിഴക്കൻ പ്രവിശ്യ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പാണ്ഡികശാല, മാലിക് മഖ്ബൂൽ എന്നിവർ അറിയിച്ചു. സുബൈറുദ്ദീനൂർ, 24 ദമാം. ഇനി മറ്റു ചില പ്രധാന വാർത്തകളിലേക്കാണ്. മാസപ്പടി കേസിലെ ED നടപടി ചോദ്യം ചെയ്ത് CMRL ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തി ED ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് ജീവനക്കാരുടെ വാദം. ജീവനക്കാരെ ചോദ്യം ചെയ്തതിന്റെ CCTV ദൃശ്യം സൂക്ഷിച്ചു വെക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ചട്ടങ്ങൾ പാലിച്ചാണ് CMRL കമ്പനി പ്രവർത്തിച്ചിരുന്നതെന്ന ജീവനക്കാരുടെ വാദം തെറ്റാണെന്നും 2019 കോടികളുടെ അനധികൃത ഇടപാട് കണ്ടെത്തിയിട്ടുണ്ടെന്നും ED ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ജീവനക്കാരുടെ മൊഴിയെടുക്കുന്നത് അനിവാര്യമാണ് എന്നാണ് EDയുടെ നിലപാട്. സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾ ഗൗരവത്തോടെ കണ്ട് തിരുത്തൽ നടപടിക്കൊരുങ്ങുകയാണ് CPIM. സർക്കാരിന്റെ പ്രവർത്തന രീതിയിൽ പാർട്ടിയുടെ നയസമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്ന മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു നേതൃയോഗങ്ങളിലെ പ്രധാന അഭിപ്രായങ്ങൾ. മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് അടക്കം പരാജയമാണെന്ന വിമർശനവും ഉയർന്നതോടെയാണ് CPIM ആത്മപരിശോധനയ്ക്ക് ഒരുങ്ങുന്നത്. CPIMന്റെ നയസമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് LDF സർക്കാരുകൾ പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം സർക്കാരും വന്നപ്പോൾ പാർട്ടിയുടെ നയസമീപനങ്ങളിൽ പോലും മാറ്റമുണ്ടായി എന്ന വിമർശനങ്ങൾ ഉയർന്നു. പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അപ്പോൾ ഭരിച്ചിരുന്ന LDF മന്ത്രിസഭയിൽ പാർട്ടിക്ക് കടിഞ്ഞാണുണ്ടായിരുന്നു. എന്നാൽ അതേ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയായപ്പോൾ പാർട്ടിയുടെ കടിഞ്ഞാൻ വിട്ടുപോയി എന്നതായിരുന്നു അന്നുയർന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന്.
പാർട്ടിയുടെ നയസമീപനങ്ങളിൽ നിന്ന് മാറി സർക്കാർ പ്രവർത്തിക്കുന്നുവെന്ന വിമർശനം ഉയർന്നുവന്നെങ്കിലും CPIM അതിന് ചെവി കൊടുത്തിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 5 ദിവസം നീണ്ടുനിന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ പിണറായി വിജയന് മുന്നിൽ ചില മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. സർക്കാർ തീരുമാനങ്ങൾക്കല്ല, പാർട്ടിയുടെ നയസമീപനങ്ങൾക്കാണ് മുൻതൂക്കം നൽകേണ്ടെന്ന മുന്നറിയിപ്പ്. ആദ്യ പിണറായി സർക്കാരിനോളം രണ്ടാം സർക്കാർ ഉയർന്നില്ല എന്ന വിമർശനങ്ങളെയും 5 ദിവസം നീണ്ടുനിന്ന CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്നുണ്ട്. പാർട്ടിയിലും സർക്കാരിലും തിരുത്തലുണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. LDF കൺവീനർ EP ജയരാജനെതിരെയും CPIM സംസ്ഥാന കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനമുയർന്നിരുന്നു. ഇടതുമുന്നണി കൺവീനർ പാർട്ടി വളയത്തിന് പുറത്താണെന്നും വിവാദ വ്യക്തിത്വങ്ങളുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായെന്നും അഭിപ്രായമുയർന്നു. തിരുത്തൽ എങ്ങനെയായിരിക്കുമെന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ കർമ്മ പദ്ധതികളുമായി കോൺഗ്രസ് 5 സോണുകളായി തിരിച്ച് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ മുതിർന്ന നേതാക്കളെ വിനിയോഗിക്കും. തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ച വിശദമായി പരിശോധിച്ച് പരിഹാരം കണ്ടെത്താനാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് പൊതു സ്വീകാര്യത ലഭിച്ചെന്നാണ് KPCC വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം വിജയത്തിന് വഴിയൊരുക്കി. വൻ വിജയത്തിന്റെ അമിത ആത്മവിശ്വാസം ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് ഫലം ആഴത്തിൽ പരിശോധിക്കാനാണ് തീരുമാനം. വോട്ട് ചോർച്ചയും BJPയുടെ മുന്നേറ്റവും വിലയിരുത്തും. വിശദമായ ചർച്ചയ്ക്ക് നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും തന്ത്രങ്ങളും ക്യാമ്പിൽ ചർച്ച ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രാദേശിക തലത്തിൽ ചർച്ചകളിലൂടെ കണ്ടെത്തും. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്കായി പ്രത്യേക സോണുകൾ തിരിച്ച് മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകും. ഇതുവഴി പാർട്ടിയിലെ ഭിന്നതകൾ പരിഹരിച്ച് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. 24 തിരുവനന്തപുരം. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിലെ കൂട്ടരോഗബാധയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ പരിശോധനകൾ ഇന്നുണ്ടാകും. ഫ്ളാറ്റിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്ന് E. coli ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. കൂടുതൽ സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരാനാണ് സാധ്യത. അതേസമയം ഫ്ളാറ്റിൽ വിതരണം ചെയ്ത ഏത് സ്രോതസ്സിൽ നിന്നുള്ള ജലത്തിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇന്നലെ മെഡിക്കൽ സംഘം ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ 16 പേർക്ക് കൂടി രോഗബാധ കണ്ടെത്തിയിരുന്നു. ഇതിൽ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ സർവേ നടപടികൾ പുരോഗമിക്കുന്നു. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ മരണം 42ആയി. 4 ആശുപത്രികളിലായി 101 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 20 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. കരുണാപുരത്ത് മരിച്ച 28 പേരുടെയും മൃതദേഹങ്ങൾ ഒരേയിടത്ത് സംസ്കരിച്ചു. സർക്കാരിനെതിരെ പ്രതിപക്ഷം രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇത് 2ാം ദിനം. ഇന്ന് നിയമസഭ ചേരുമ്പോൾ വ്യാജമദ്യ ദുരന്തം വലിയ ചർച്ചയാകും. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് കള്ളക്കുറിച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. മനേഷ്, കൂടുതൽ പേരുടെ മരണവാർത്ത വരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ പേരുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന വാർത്തകളും വരുമ്പോൾ തീർച്ചയായിട്ടും വല്ലാത്തൊരു നടുക്കം അതിൽ നിന്ന് മുക്തമായിട്ടില്ല ആരും തന്നെ. കൂടുതൽ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് മനേഷ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്? സ്മിത, ഇന്നിപ്പോൾ പ്രധാനമായും നിയമസഭ ചേരുന്നു, 2ാം ദിവസം നിയമസഭ ചേരുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷമാണെങ്കിൽ BJP ആണെങ്കിലും DMK ആണെങ്കിലും വലിയ തോതിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർത്തിക്കഴിഞ്ഞു. ഇത് ഇന്ന് സഭയിൽ ഉന്നയിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വലിയ തോതിലുള്ള വിവാദങ്ങളിലേക്കൊക്കെ ഇന്ന് തമിഴ്നാട് നിയമസഭ കടക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചൊവ്വാഴ്ചയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 2 ദിവസമായിട്ടും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ സ്ഥലം സന്ദർശിച്ചിട്ടില്ല. അദ്ദേഹം ഇന്നലെ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെയും എത്തിയില്ല. പകരം മന്ത്രി ഉദയനിധി സ്റ്റാലിനാണ് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം BJPയുടെ ഭാഗത്തു നിന്നും DMKയുടെ ഭാഗത്തു നിന്നും ഒക്കെയുണ്ട്. ഇന്നലെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവാണെങ്കിലും BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണെങ്കിലും ഇവിടെ സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പകരം എത്തിയത് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ. മാത്രമല്ല 2 മന്ത്രിമാർ EV വേലുവാണെങ്കിലും മാ സുബ്രഹ്മണ്യമാണെങ്കിലും ഇവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇന്ന് എന്തായാലും നിയമസഭയിൽ വലിയ തോതിൽ ചർച്ചയാവുക. മാത്രമല്ല DMKയുടെ അംഗങ്ങൾക്കെതിരെ, MLAക്കെതിരെ, അതുപോലെ തന്നെ മന്ത്രിമാർക്കെതിരെ ഒക്കെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വ്യാജചാരായവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അത് ഇവരുടെ അറിവോടുകൂടിയാണ്, പ്രത്യേകിച്ചും കള്ളാക്കുറിച്ചി MLAയുടെ അറിവോടുകൂടിയാണ് ഈ ഒരു വ്യാജചാരായ നിർമ്മാണവും വിതരണവും വിൽപ്പനയും ഒക്കെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് BJPയും DMKയും ആരോപിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തായാലും ഇന്നിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ സഭയിൽ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. വാഗ്വാദങ്ങൾക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്ന് സഭയിൽ ചർച്ചയുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 42 മരണസംഖ്യ എന്ന് പറയുന്നത്. 101 പേർ നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്.
അത് കള്ളാക്കുറിശ്ശിയിലാണ് ഏറ്റവും അധികം ആളുകൾ ചികിത്സയിലുള്ളത്. അതുപോലെ തന്നെ വിഴിപ്പുരത്തും സേലത്തുമുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ പുതുച്ചേരിയിലെ ജിപ്മർ ആശുപത്രിയിലും ആളുകൾ ചികിത്സയിലുണ്ട്. ഈ 101 പേരിൽ 20 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ ഉള്ളത് കള്ളാക്കുറിശ്ശിയിലെ ഈ കരുണാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പരമാവധി ഇടങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ പോലീസ്, അത് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഇവിടങ്ങളിലൊക്കെ പോലീസിൻ്റെ ശക്തമായ ബന്ദോബസ്തുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ളൊരു ബന്ദോബസ്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുള്ളത്. ഇത് 2-3 ദിവസങ്ങൾ കൂടി സമാനമായ രീതിയിലുള്ള ഒരു പോലീസ് ബന്ദോബസ്ത് ഇവിടെ തുടരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം അത്ര വലിയ ഒരു ദുരന്തം തന്നെയാണ് തമിഴ്നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ചൊവ്വാഴ്ച രാത്രിയിൽ നടന്ന ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്നതാണ് ഈ ഒരു വ്യാജമദ്യ ദുരന്തം എന്ന് പറയുന്നത്. അവിടെ വിതരണം ചെയ്ത മദ്യമാണ് ഈ 42 പേരുടെ ജീവൻ, സ്ത്രീകൾ ഉൾപ്പെടെയാണ് 42 പേർ, ആ 42 പേരുടെയും ജീവനെടുത്തത്. എന്തായാലും നിയമസഭയിൽ ഇന്ന് ചൂടേറിയ ചർച്ചകൾക്ക് എന്തായാലും കാരണമാകും. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്നെങ്കിലും ഇവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ് ഒരു സൂചനകൾ. ആ രീതിയിലുള്ള സൂചനകൾ ഇന്ന് വൈകിട്ടോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്നുള്ള സൂചനകളുമുണ്ട്. സ്മിത. ശരി, മനേഷ് മൂർത്തിയാണ് കള്ളക്കുറിശ്ശിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തുറമുഖ അധികൃതരുമായി ചർച്ച നടത്തിയ മന്ത്രി കൂടുതൽ കേന്ദ്ര നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് സുരേഷ് ഗോപി തുറമുഖം സന്ദർശിച്ചത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിക്കാനിരിക്കെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്ദർശനം. മന്ത്രി 2 മണിക്കൂറിലധികം തുറമുഖ അധികൃതരുമായി ചർച്ചയും നടത്തി. തുറമുഖം MD ദിവ്യ S. അയ്യരും ചർച്ചയിൽ പങ്കെടുത്തു. തുറമുഖത്തിൽ കേന്ദ്രത്തിന്റെ പങ്ക് ഇനിയും വിപുലീകരിക്കേണ്ടി വരുമെന്നും മന്ത്രി എന്ന നിലയിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി. ലോകത്തിന്റെ പുതിയ ഷിപ്പിംഗ് വാട്ടർ ലോജിസ്റ്റിക്സിന്റെ അനുഭവ മനോഹാരിതയിലേക്ക് പുതിയൊരു അധ്യായം ചാർത്താനായി വളരെ ഭംഗിയായി ഏറ്റവും വയബിൾ ഫീസിബിൾ ആയിട്ടുള്ള ഒരു പോർട്ടാണ് പരിണമിച്ച് നമ്മുടെ ഒരു സമ്പന്നതയ്ക്ക് പുതിയ അധ്യായം കുറിക്കുന്ന തരത്തിൽ നിലവിൽ വരാൻ പോകുന്നത്. പോർട്ട് അധികൃതരുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ തുറമുഖത്തെ ക്രെയിനുകൾ നിയന്ത്രിക്കുന്ന മറൈൻ ഓപ്പറേഷൻ യൂണിറ്റും തുറമുഖത്ത് സ്ഥാപിച്ച ക്രെയിനുകളും സന്ദർശിച്ചു. പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ ക്രെയിനുകൾ പ്രവർത്തിക്കുന്ന ഏഷ്യയിലെ തന്നെ ആദ്യത്തെ തുറമുഖമാണ് വിഴിഞ്ഞം. 24 തിരുവനന്തപുരം. 24 പ്രേക്ഷകരുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് ആശംസകളുമായി പ്രമുഖർ. ഈ ഞായറാഴ്ചയാണ് തിരൂർ ബിയാൻകോ കാസൽ ഓഡിറ്റോറിയത്തിൽ സമ്മേളനം നടക്കുന്നത്. രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം മലപ്പുറം തിരൂരിൽ. 24ന്റെ പ്രിയ അവതാരകരും ഫ്ലവേഴ്സ് ജനപ്രിയ താരങ്ങളും അണിനിരക്കുന്ന പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ തിരൂർ ബിയാൻകോ കാസൽ ഓഡിറ്റോറിയത്തിൽ. 24 പ്രേക്ഷകരെ സ്വീകരിക്കാൻ തിരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയം അവസാനഘട്ട ഒരുക്കത്തിലാണ്. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളെ രാവിലെ 9 മണി മുതൽ ആദരിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം 24ന്റെ പ്രിയ അവതാരകർ പ്രേക്ഷകരുമായി സംവദിക്കും. സമ്മേളനത്തിന് മാറ്റുകൂട്ടാൻ ഫ്ലവേഴ്സിലെ കലാകാരന്മാരും അണിനിരക്കും. സമ്മേളനത്തിന് ആശംസകളുമായി പ്രമുഖർ. പുതിയ കാലത്തെ പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ അത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാഴ്ചക്കാരുടെ ശ്രോതാക്കളുടെ എല്ലാ തരത്തിലുള്ള അഭിരുചികളും തൃപ്തിപ്പെടുത്താൻ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു ജന്മസിദ്ധമായ വാസനയും അത് ചെയ്യാനുള്ള സാങ്കേതികമായ അറിവും ഒരുമിച്ച് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ഇങ്ങനെയൊന്ന് ഒരുമിച്ച് ഉണ്ടാകുമ്പോഴാണ് ആ ചാനൽ ജനപ്രിയമായി മാറുന്നത്. ഈ കാര്യത്തിൽ ഏറെ മുന്നേറിയ ഒരു സംവിധാനമാണ്, ഒരു പുറപ്പാടാണ് ഈ ചാനൽ. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രത്യേക പ്രതിഭയുണ്ട് എന്ന് നമുക്കറിയാം. സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. ലോക ടെലിവിഷൻ ചരിത്രത്തിലെ അവിസ്മരണീയ മുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 24ന്റെ പ്രേക്ഷക സമ്മേളനത്തിന്റെ ഭാഗമാകാൻ ഉടൻ തന്നെ QR കോഡ് സ്കാൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8111991602 8111991260. സമ്മേളനം ആദ്യ അവസാനം വരെ 24ൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ഇതിനോടകം നിരവധി പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തത്. 24 തിരൂർ. അപ്പോൾ മറക്കണ്ട, മറ്റന്നാൾ ഞായറാഴ്ചയാണ് തിരൂർ ബിയാൻകോ കാസൽ ഓഡിറ്റോറിയത്തിൽ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. ഉപ്പും മുളകും സീസൺ 3 ഫ്ലവേഴ്സിൽ വീണ്ടും സംപ്രേഷണം ആരംഭിക്കുമ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കുട്ടുമാമൻ കൂടി
തിരികെ എത്തുകയാണ്. പരമ്പരയിൽ നീലുവിന്റെ സഹോദരനായി വേഷമിട്ടിരുന്ന SP ശ്രീകുമാറിന്റെ കുട്ടുമാമൻ കഥാപാത്രം ഏറെ പുതുമകളോടെയാണ് എത്തുന്നത്. നീലുവിന്റെ അനിയൻ, ബാലുവിന്റെ അളിയൻ, കുട്ടികൾക്ക് കുട്ടുമാമൻ. ഉപ്പുമുളകിലേറെ ജനപ്രിയനായിരുന്ന ആ കഥാപാത്രം സീസൺ 3 തിരികെ എത്തുകയാണ്. ഒരു കാലഘട്ടത്തിന് ശേഷം ഗൾഫ് ജീവിതം അവസാനിപ്പിച്ചാണ് കഥാപാത്രത്തിന്റെ മടങ്ങിവരവ്. പ്രവാസ ജീവിതത്തിലായിരുന്നു. ഓരോ ദിവസവും എൻ്റെ വീട്ടുകാരെ ആലോചിക്കാത്ത ദിവസമില്ല. വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചാണ്, പക്ഷേ പറ്റിയില്ല. ഞാനായിട്ട് ഇത് ഒരുപാട് തെറ്റിലൂടെ ഉണ്ടായിട്ടുള്ള കുറച്ച് ശരികളും ഒക്കെ ഉണ്ട്. അത് വഴിയെ പറയാം. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും കാണാൻ പറ്റി. വീണ്ടും പടവലം വീട്ടിലേക്ക് വരാനായിട്ട് പറ്റി. അടി ഉണ്ടാവും, അടിയും പിടിയും ഉണ്ടാവണം. എല്ലാവരും പഴയതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും സ്വീകരിക്കുക. സീസൺ 3 ചിത്രീകരണം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകൾ ഞങ്ങൾക്കുണ്ട്. പ്രേക്ഷകർ 2 സീസണിൽ നമ്മളെ സ്വീകരിച്ചു. ഈ സീസണും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും. ഒരുപാട് സർപ്രൈസസ് ഉണ്ട്. അപ്പോൾ എല്ലാവിധ പ്രാർത്ഥന ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ പ്രേക്ഷകരെല്ലാം കൂടെ കാണാൻ നമ്മൾ പൊളിക്കും. നിങ്ങളെ പ്രതീക്ഷയ്ക്കൊത്ത് പൊളിച്ചിരിക്കും. ചിരിയുടെ മാലപ്പടക്കവുമായി ഉപ്പുമുളകും ഫ്ലവേഴ്സ് ഗോൾഡൻ സ്ക്രീനിലെത്താൻ ഇനി 3 നാൾ കൂടി. 24 കൊച്ചി. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാവുകയാണ്.